ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോജു ജോർജ് നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജൂലൈ 16 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് വരവ്. ചിത്രത്തിന്റെ ട്രാക്കേഴ്സ് റിപ്പോർട്ടും അതുപോലെ തന്നെ ഒഫീഷ്യൽ പോസ്റ്ററും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 43,50,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ 5 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 4,60,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 4,84,00,000 രൂപയാണ്. വിദേശത്ത് 1,45,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 6,29,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം ഈ സിനിമ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത് 12,27,00,000 രൂപയാണ്. ഇനി 6-ാം ദിവസം എന്ന ചൊവ്വാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 40-45 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 6 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 5 കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 7 കോടി റേഞ്ചിലുമാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ദളപതി വിജയ് നായകനായി എച്ച് വിനോദ് സംവിധാനം ചെയ്ത് ഈ വരുന്ന ജൂലൈ 23 വ്യാഴാഴ്ച തിരഞ്ഞെടുക്കുന്ന തമിഴ് സിനിമയാണ് ജനനായകൻ. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് 5 മണിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ തമിഴ്നാട്ടിൽ 8,05,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 6,30,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിൽ 2,30,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത് 1,15,00,000 രൂപയാണ്. അങ്ങനെ ഇന്ത്യൻ പ്രീസെയിലായി 17,80,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് $1.5 മില്യൺ ഈ സിനിമയ്ക്ക് പ്രീസെയിലായി ലഭിച്ചിട്ടുള്ളത്. ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസെയിലായി ഇന്ന് വൈകിട്ട് 5 മണി വരെ ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 32,22,00,000 രൂപയാണ്. ചിദംബരം സംവിധാനം ചെയ്ത് ജൂൺ 19 തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ബാലൻ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,35,000 രൂപയാണ്. അങ്ങനെ 32 ദിവസം കൊണ്ട് കേരളത്തിൽ 18,86,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 23,16,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 36,03,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ജൂലൈ 10 തിരഞ്ഞെടുത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് ലെനിൻ. ചിത്രം 11 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 57,19,00,000 രൂപയാണ്. വിദേശത്ത് 10,35,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 67,54,00,000 രൂപയാണ് ആദ്യ 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 24,80,00,000 ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഷെയറായി നിലവിൽ 33,22,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 11 ദിവസം കൊണ്ട് തന്നെ തിയേറ്ററിക്കൽ പ്രോഫിറ്റായിട്ട് ഈ സിനിമയ്ക്ക് 8,42,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഗാട്ടാ കുസ്തി 2വിന്റെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 18 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ടുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിത്രം തമിഴ്നാട് കളക്ഷനായി 41,56,00,000 രൂപയും കർണാടകയിൽ 2,66,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തത് 1,03,00,000 രൂപയാണ്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 45,45,00,000 രൂപയാണ്. വിദേശത്ത് 7,80,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യ 18 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 53,25,00,000 രൂപയാണ്. എന്നാൽ വിഷ്ണു വിശാൽ ഇന്ന് പുറത്തുവിട്ട ഏറ്റവും പുതിയ പോസ്റ്റർ പ്രകാരം ഈ സിനിമ ലോകമെമ്പാടുമായി 55 കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ജൂലൈ 10 തിരഞ്ഞെടുത്ത ഇതയമുരളി എന്ന തമിഴ് സിനിമയുടെ 11 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 19,43,00,000, കർണാടകയിൽ 1,99,00,000, തെലങ്കാനയിൽ 1,06,00,000, ആന്ധ്രയിൽ 58,00,000, കേരളത്തിൽ 31,00,000 എന്നിങ്ങനെ 22,50,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് 5,07,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 27,57,00,000 രൂപയാണ് ഇന്നലെ വരെ കളക്ട് ചെയ്തിരിക്കുന്നത്. 25 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 14 കോടി രൂപയ്ക്കാണ്. നിലവിൽ വേൾഡ് വൈഡ് ഷെയറായി 13,59,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 3 തിരഞ്ഞെടുത്ത ബേബി ഡു ഡൈഡു എന്ന ബോളിവുഡ് സിനിമയുടെ 18 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിത്രം മഹാരാഷ്ട്രയിൽ 2,11,00,000 രൂപയും ദില്ലിയിൽ കളക്ട് ചെയ്തത് 1,82,00,000 രൂപയുമാണ്. ഗുജറാത്തിൽ 76,00,000 ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 7,06,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 22 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട് 10 കോടി രൂപയ്ക്കാണ്. നിലവിൽ 3,14,00,000 രൂപയാണ് ഷെയറായി കിട്ടിയിട്ടുള്ളത്. ഗ്രാമായണ എന്ന കന്നഡ സിനിമയുടെ 18 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. സിനിമ കർണാടക ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 4,07,00,000 രൂപയാണ്. 3,80,00,000 ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് 1,90,00,000 രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. മദർ പ്രോമിസ് എന്ന കന്നഡ സിനിമയുടെ 11 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. 11-ാം ദിവസം കൂടിയ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കർണാടക കളക്ഷനായി നേടിയെടുത്തത് 6,00,000 രൂപയാണ്. അങ്ങനെ 2,90,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 3 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് ഷെയറായി കിട്ടിയിരിക്കുന്നത് 1,40,00,000 രൂപയാണ്. പുനീത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജൂലൈ 17 തിരഞ്ഞെടുത്തിയ അച്യുതാവതാരം എന്ന സിനിമ ഇന്നലെ കേരളത്തിൽ 3,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 26,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 8,50,000 രൂപയാണ്. നിലവിൽ 34,50,000 രൂപ മാത്രമാണ് ആദ്യ 4 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിന് ഷെയറായി കിട്ടിയിരിക്കുന്നത് 16,21,000 രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.